It's me Marina Javi. Again, welcome back to Sour and Spicy. Sour and Spicy പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഹലോ, ഇന്ന് നമ്മൾ റെഡിയാക്കി എടുക്കാൻ പോകുന്നത് വായിലിട്ട് അലിഞ്ഞു പോകുന്നൊരു ഗോതമ്പ് ഹൽവയുടെ റെസിപ്പിയാണ് കേട്ടോ. അധികം സമയമൊന്നും എടുക്കാതെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മെത്തേഡിലാണ് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത്. പൊടിയൊന്നും കുഴച്ചെടുക്കണ്ട, കുതിർത്തി വെക്കണ്ട, പിഴിഞ്ഞെടുക്കണ്ട, അല്ലാതെ തന്നെ ഒരു സിമ്പിൾ മെത്തേഡിൽ കൂടെ നമ്മളിത് റെഡിയാക്കി എടുക്കും. അപ്പൊ വേഗം നമുക്കിത് എങ്ങനെ പ്രിപ്പയർ ചെയ്യാൻ നോക്കിയാലോ. ആദ്യം തന്നെ നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഒന്ന് ചൂടാക്കി എടുക്കാം. അതിനകത്തോട്ട് ഒരു കപ്പ് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് നന്നായിട്ടൊന്ന് മെൽറ്റായി വരുമ്പോൾ നമുക്ക് അതിനകത്തോട്ട് ഒരു കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നന്നായിട്ട് കുറച്ച് നേരം ഇളക്കിക്കൊണ്ടിരിക്കാം. നന്നായിട്ട് ഇളക്കി കുറച്ച് കഴിയുമ്പോൾ ഗോതമ്പ് പൊടി നന്നായിട്ടൊന്ന് മൂത്ത് അതിനൊരു ഗോൾഡൻ ബ്രൗൺ കളർ വരും. ആ സമയത്ത് നമുക്ക് ഇതിനകത്തോട്ട് ഒരു കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. കൂടുതൽ 1 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സായി വരുമ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് തിളച്ച വെള്ളം ഒഴിച്ച് കൊടുക്കണം. ടോട്ടലി നമ്മൾ 4 കപ്പ് തിളച്ച വെള്ളമാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് 1 കപ്പ് വെള്ളം ഇതിനകത്തോട്ട് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ചൂടുവെള്ളം ഒഴിക്കുമ്പോൾ നന്നായിട്ടൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആയി വരുമ്പോൾ നമുക്ക് 1 കപ്പ് വെള്ളം കൂടെ അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സായി വീണ്ടും വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് അബ്സോർബായി വരുമ്പോൾ വീണ്ടും 1 കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കാം. വീണ്ടും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആയി വരുമ്പോൾ വീണ്ടും ബാലൻസ് ഉള്ള എല്ലാ വെള്ളം കൂടെ അതിനകത്തോട്ട് ഒഴിച്ച് കൊടുക്കാം. ഇനി നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക കേട്ടോ. ഏകദേശം ഒരു 45 മിനിറ്റ് ഒക്കെ ആയി കഴിയുമ്പോൾ നമ്മുടെ ഹൽവ പാത്രത്തിൽ നിന്ന് നന്നായിട്ടൊന്ന് വിട്ട് വരാൻ തുടങ്ങും. ഈ ഒരു പരുവത്തിലൊക്കെ ആയി വരും കേട്ടോ. ആ സമയത്ത് നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ട്രേയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി അറ്റ്ലീസ്റ്റ് ഒരു 3 മണിക്കൂർ സെറ്റ് ആവാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുക. അപ്പോൾ ഒരു 3 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഞാനിത് ഹൽവ മുറിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഭയങ്കര സോഫ്റ്റ് ഹൽവയാണ് കേട്ടോ. മുറിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഭയങ്കര സോഫ്റ്റാണ്. സാധാരണ ഗോതമ്പ് ഹൽവ റെഡിയാക്കി എടുക്കുന്ന അത്രയും പാടൊന്നുമില്ല. ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. നല്ല സോഫ്റ്റ് ഹൽവയാണ് കേട്ടോ. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നമുക്കിനി അടുത്ത വീഡിയോയിൽ വേറൊരു റെസിപ്പി ആയിട്ട് കാണാം. ബൈ ബൈ.